ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ 14ാമത്തെ സെഷനിലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ട്രേഡ് യൂണിയൻസിൻ്റെ ഫങ്ഷൻസ് ആണ്. ട്രേഡ് യൂണിയൻസിന് മെയിനായിട്ട് രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്, മിലിറ്റൻറ്റ് ഫങ്ഷൻസും ഫെഡറൽ ഫങ്ഷൻസ്. മിലിറ്റൻറ്റ് ഫങ്ഷൻസ് വെച്ചാൽ സമരപരമായിട്ടുള്ള ഫങ്ഷൻസ്, ഫെഡറൽ ഫങ്ഷൻ എന്ന് വെച്ചാൽ സംയുക്തമായിട്ടുള്ള ഫങ്ഷൻസ്. മിലിറ്റൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന എംപ്ലോയീസിന് ബെറ്റർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കിട്ടാനായിട്ട്, അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സ് കിട്ടാനൊക്കെ ആയിട്ട് ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി ഗെയിൻ ചെയ്യുക, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ നടത്തുക, അങ്ങനെ ഇൻഡസ്ട്രിയുടെ കൺട്രോൾ അവരിലേക്കും കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മിലിറ്റൻറ്റ് ഫങ്ഷൻസ് സമരങ്ങൾ ചെയ്തുകൊണ്ട്, സ്ട്രൈക്ക് ബോയ്ക്കോട്ടൊക്കെ ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് അവരവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. അപ്പോൾ മിലിറ്റൻറ്റ് ഫങ്ഷനിലൂടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുക, അതാണ് മിലിറ്റൻറ്റ് ഫങ്ഷൻ. ഫെഡറൽ ഫങ്ഷൻ എന്ന് വെച്ചാൽ സംയുക്തമായിട്ട് രണ്ടുപേർക്കും മ്യൂച്വലായിട്ട് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മ്യൂച്വലായിട്ടുള്ള ഇതിലൊക്കെ ആയിട്ട്, അപ്പം ആ രീതിയിലൊക്കെ ആയിട്ടാണ് ഫെഡറൽ ഫങ്ഷൻ വരുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന സ്ട്രൈക്ക്, ലോക്കൗട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നടത്തുന്നില്ല. ഇനി അഥവാ നടത്തുന്നുണ്ടെങ്കിലൊക്കെ അവരുടെ ഒരു ചുമതലയായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റിയിലായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫെഡറൽ ഫങ്ഷനിൽ ഈ ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പ്രത്യേകിച്ചും എന്തെങ്കിലും ഇൽനെസ് വരുന്ന സമയത്ത്, ഇനി ടെമ്പററി ആയിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള സമയത്ത്, എന്തെങ്കിലും ഇഞ്ചറി ഫോംനെസ് ചെയ്യുന്ന സമയത്തൊക്കെ ഫിനാൻഷ്യലായിട്ടുള്ള അസിസ്റ്റൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്ട്രൈക്കുകളൊക്കെ അനിവാര്യമായിട്ട് വന്നാൽ അതിൻ്റെ ചിലവൊക്കെ ഇവർ തന്നെയായിരിക്കും വഹിക്കുന്നത്. അപ്പോൾ അതാണ് ഫെഡറൽ ഫങ്ഷൻ. ഇനി ഇത് കൂടാതെ നമുക്ക് ട്രേഡ് യൂണിയൻസിൻ്റെ ഫങ്ഷൻസ് വീണ്ടും 3 രീതിയിലായിട്ട് കാണാം. ഒന്ന്, ഇൻഫ്രാമ്യൂറൽ ആക്ടിവിറ്റീസ്. ഇൻഫ്രാമ്യൂറൽ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻസിൻ്റെ ബെറ്ററാക്കാനുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പ്രത്യേകിച്ചും ഉചിതമായിട്ടുള്ള സാലറി അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുക, അതുപോലെ അവരുടെ ഈ പറയുന്ന സാനിറ്ററി കാര്യങ്ങൾ, അതൊക്കെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് അതൊക്കെ ഇൻറ്റേർണലായിട്ട് വരുന്ന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇൻഫ്രാമ്യൂറൽ ആക്ടിവിറ്റീസിൽ വരുന്നത്. ഇനി എക്സ്ട്രാമ്യൂറൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എംപ്ലോയീസിനെ അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും, അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനായിട്ടും, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടും, അവരിൽ നല്ല കൾച്ചർ ഫോം ചെയ്യാനൊക്കെ ആയിട്ടാണ് എക്സ്ട്രാമ്യൂറൽ ആക്ടിവിറ്റീസ് വരുന്നത്. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസാണ്. നമുക്കറിയാം എല്ലാ ട്രേഡ് യൂണിയൻസിനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ ആ ട്രേഡ് യൂണിയനിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടേതായിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ അവരുടെ ആ ട്രേഡ് യൂണിയൻ്റെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അതൊക്കെ ഇവിടെയും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ട്രേഡ് യൂണിയൻസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ട്രേഡ് യൂണിയൻസിൻ്റെ റോൾ എങ്ങനെയൊക്കെയാണ്? 4 രീതിയിലാണ് ട്രേഡ് യൂണിയൻസിൻ്റെ റോൾ വരുന്നത്. റോൾ ടുവേർഡ്സ് ദ മെമ്പർ ഓഫ് ദി യൂണിയൻ, റോൾ ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ, റോൾ ടുവേർഡ്സ് ദ യൂണിയൻ ആൻഡ് റോൾ ടുവേർഡ്സ് ദ സൊസൈറ്റി. അപ്പോൾ ആ 4 രീതിയിൽ എങ്ങനെയാണ് റോൾസ് ഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം നോക്കാനുള്ള റോൾ ടുവേർഡ്സ് ദ ട്രേഡ് യൂണിയൻ മെമ്പേഴ്സ്. ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണല്ലോ. അപ്പോൾ അവരെ സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിലുള്ള റോളുകളാണ്. വർക്കേഴ്സിനെ അവരെ ചൂഷണം ചെയ്യാതെ, അത് എംപ്ലോയേഴ്സ് ആയാലും ട്രേഡ് യൂണിയൻ ആയാലും പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും ചൂഷണം ചെയ്യാതെ അവരെ സേഫ് ഗാർഡ് ചെയ്യുന്നതാണ് ആദ്യത്തെ റോൾ. പിന്നത്തെ റോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റ് യാതൊരു രീതിയിലും അൺഫെയർ ആയിട്ടുള്ള ലേബർ പ്രാക്ടീസസ് നടത്താതെ വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റോളാണ്. പിന്നെ ഈ പറയുന്ന വർക്കിംഗ് കണ്ടീഷൻസ് വളരെ സേഫ് ആൻഡ് ഹെൽത്തായിട്ട് ഉറപ്പ് വരുത്തുന്ന റോളുണ്ട്. പിന്നെ നമ്മളുടെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു എംപ്ലോയി അയാളുടെ പെർഫോമൻസ് റിവാർഡ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ അത് റിവാർഡ് ചെയ്യാനായിട്ടുള്ള പ്രഷർ മാനേജ്മെൻറ്റിലേക്ക് കൊടുക്കുക. അത് പ്രോപ്പറായിട്ടുള്ള അസസ്മെൻ്റൊക്കെ ചെയ്ത് അത് ഉറപ്പ് വരുത്തിയിട്ട് മാനേജ്മെൻറ്റ് പ്രഷർ ചെയ്യാനുള്ള റോളുണ്ട്. പിന്നെ നമ്മളുടെ എംപ്ലോയീസിന് അവർക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മുടെ മാനേജ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്
അത് ഹെൽത്ത് വൈസ്, ഹെൽത്ത്, ഹൗസിങ്, എഡ്യൂക്കേഷൻ, റിക്രിയേഷണൽ, കോപ്പറേറ്റീവ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉറപ്പ് വരുത്തുക മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. പിന്നെ വളരെ ഫെയർ ആയിട്ടുള്ള ഡീല് വർക്കേഴ്സുമായിട്ട് ഓർഗനൈസേഷന് ഗ്യാരണ്ടി ചെയ്യുക. വർക്കേഴ്സിനോട് സോഷ്യൽ ജസ്റ്റിസ് പ്രത്യേകിച്ചും ഓർഗനൈസേഷൻ പുലർത്താനായിട്ടും അതും ഗ്യാരണ്ടി ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചെറിയ ഡിസാറ്റിസ്ഫാക്ഷൻസോ ഡേ ടു ഡേ വർക്കിംഗ് കണ്ടീഷൻസിൽ എന്തെങ്കിലും ഗ്രീവൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കുക. പിന്നെ എംപ്ലോയീസിനെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. പിന്നെ എപ്പോഴും എംപ്ലോയീസിനെ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നെഗോസിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ നിയമപരമായിട്ടുള്ള നീക്കുപോക്കുകളിലൂടെ അത് സെറ്റിൽ ചെയ്യിക്കുക. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ ഈ പറയുന്ന റോൾ ടുവേർഡ്സ് യൂണിയൻ മെമ്പേഴ്സ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് നെഗോഷിയേറ്റ് ചെയ്യുക, ജോയിൻറ്റ് കൺസൾട്ടേഷൻ അതിന് വേണ്ടി നടത്തുക, വോളണ്ടറി ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷനൊക്കെ നമ്മൾ അതിന് വേണ്ടി വിനിയോഗിക്കുക. ഈ ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ട്രേഡ് യൂണിയൻ്റെ റോള് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ, ടുവേർഡ്സ് ദ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എന്താണ് ട്രേഡ് യൂണിയൻ ചെയ്യുക? അതായത് ആദ്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ എംപ്ലോയീസായിട്ടൊരു ജോയിൻറ്റ് എൻ്റർപ്രൈസ് എന്നുള്ള രീതിയിൽ, അതായത് ഈ പറയുന്ന എംപ്ലോയീസ് മാനേജ്മെൻറ്റും തമ്മിൽ ഒരു ജോയിൻറ്റ് എൻ്റർപ്രൈസ് എന്ന രീതിയിലാണ് ഓർഗനൈസേഷൻ നടക്കുന്നതെന്നുള്ള രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്യുക. രണ്ടു പേർക്കും ഈക്വലായിട്ടുള്ള താല്പര്യം ഈ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചിന്ത അവരിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും. അതിന് പ്രൊഡക്ഷൻ്റെ നോംസും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തി അഡിക്വേറ്റായിട്ട് അതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ എംപ്ലോയീസിനിടയിൽ നല്ല ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നമ്മളുടെ എംപ്ലോയീസിന് എന്തെങ്കിലും ഗ്രീവൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡേ ടു ഡേ കംപ്ലയിൻസ് എല്ലാം പ്രോപ്പറായിട്ട് റീഡ്രസൽ ചെയ്ത് അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. എംപ്ലോയീസിൻ്റെ ലോയൽറ്റി, ദാറ്റ് മീൻസ് അവർക്ക് ഓർഗനൈസേഷനോടുള്ള കൂറ്, അത് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മളുടെ എംപ്ലോയീസിന് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അത് സ്ട്രെങ്തൻ ചെയ്യുക, അത് കോപ്പറേറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഒന്നും ഇല്ലാതെ നല്ല ഹാർമോണിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്യുക. എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് നെഗോസിയേഷൻ വഴി, ജോയിൻറ്റ് കൺസൾട്ടേഷൻ വഴി, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഒഴിവാക്കി നേരിട്ട് തന്നെ സംസാരിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തുക. പിന്നെ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ട്രേഡ് യൂണിയൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് എംപ്ലോയീസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻസ് മാനേജ്മെൻറ്റിൽ നിന്നും ഫോം ചെയ്യിക്കുക എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രൊവിഷൻസ് നമ്മളുടെ ട്രേഡ് യൂണിയൻസിന് അതുപോലെ വർക്കേഴ്സിന് സാധകമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ എംപ്ലോയീസിനടുത്ത് പ്രഷർ ചെയ്യിച്ച് അത് നടപ്പിലാക്കുക. ലൈക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ഷെയറിങ്, അതുപോലെ നമുക്ക് അൺഫെയർ ആയിട്ടുള്ള ലേബർ പ്രാക്ടീസസ് ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ. പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റായിട്ട് വർക്കേഴ്സിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും മാനേജ്മെൻറ്റിന് നമ്മളുടെ ഈ പറയുന്ന വർക്കേഴ്സിൻ്റെ ഉന്നമനത്തിനായിട്ട് നിലകൊള്ളാനായിട്ടും അവരെ ശിക്ഷിക്കുക എന്നുള്ളൊരു മനോഗതി അവരിൽ നിന്നും മാറ്റാനായിട്ടൊക്കെ ട്രേഡ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനോടുള്ള ട്രേഡ് യൂണിയൻ്റെ റോള്. ഇനി ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷനായിട്ടുള്ള റോള് ട്രേഡ് യൂണിയൻസിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ട്രേഡ് യൂണിയൻസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അതിനുവേണ്ടി സബ്സ്ക്രിപ്ഷൻ ഹയറായിട്ട് ഫിക്സ് ചെയ്യുക, അതുപോലെ സ്പെഷ്യലായിട്ടുള്ള ഫണ്ടുകൾ റേസ് ചെയ്യാനുള്ള ക്യാമ്പയിൻസ് ഉണ്ടാക്കുക. പിന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ്റെ ഡെമോക്രസി, ട്രേഡ് യൂണിയനിലുള്ള ജനാധിപത്യമായിട്ടുള്ള രീതികൾ അത് സ്ട്രെങ്തൻ ചെയ്യുക, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള മെമ്പറിനെ ആ ട്രേഡ് യൂണിയൻ്റെ ലീഡറാക്കുക. പിന്നെ ഈ പറയുന്ന ആ ട്രേഡ് യൂണിയനിലുള്ള മെമ്പേഴ്സായിട്ടുള്ള എംപ്ലോയീസ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ലതാക്കുക. അതുപോലെ ട്രേഡ് യൂണിയനിലുള്ള മെമ്പേഴ്സായിട്ടുള്ള എല്ലാവരും തന്നെ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇതൊക്കെ ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷനോടുള്ള റോളാണ്.
അതുപോലെ ട്രേഡ് യൂണിയൻ്റെ ഉള്ളിലുള്ള കലഹങ്ങൾ ഒഴിവാക്കി അവിടെ നമുക്ക് നല്ല യൂണിറ്റി ഫോം ചെയ്യാം. പിന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുക. പിന്നെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് യൂണിയൻസ് ഓർഗനൈസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് ഇതെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യുക. സോ ദാറ്റ് ജനങ്ങളുടെ ഒപ്പീനിയൻസ് കൂടി അതിൽ നോക്കിയിട്ട് അതനുസരിച്ച് മോഡിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ട്രേഡ് യൂണിയൻസിൻ്റെ ഓരോ ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷനുള്ള റോൾ. ഇനി ഫൈനലി നമ്മളുടെ ട്രേഡ് യൂണിയൻസിന് സൊസൈറ്റി ആയിട്ടുള്ള റോൾ എന്താണ്? നമുക്ക് സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ, സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസ്, പോളിസീസൊക്കെ ഫോം ചെയ്യുക. പ്രത്യേകിച്ച് നാഷണൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ട്രേഡ് യൂണിയൻസ് പങ്കെടുക്കുക. പിന്നെ ഈ പറയുന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് മാത്രമല്ലാതെ നമ്മളുടെ സൊസൈറ്റിക്കും നമ്മുടെ നേഷനും സഹായിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ലൈക്ക് ഫാമിലി പ്ലാനിങ്, ഫോറസ്റ്റേഷൻ, നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ പ്രോഗ്രാംസിലൊക്കെ ഈ ട്രേഡ് യൂണിയൻസുകൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സൊസൈറ്റീനെ ദോഷകരമാക്കുന്ന കറപ്ഷൻസ്, അതുപോലെ തന്നെ ഈ വർഗീയവാദം, കാസ്റ്റിസം, ഇതിനെല്ലാം എതിരായിട്ടുള്ള ക്യാമ്പയിൻസ് ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കുക, പ്രചരിപ്പിക്കുക. പിന്നെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിനെയും ഇതുപോലെ ട്രേഡ് യൂണിയൻസിൽ പങ്കാളികളാവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ പബ്ലിക് ഒപ്പീനിയൻസ് നമ്മുടെ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്ലാൻസിന് വേണ്ടിയിട്ട് ഫേവറബിൾ ആക്കാനായിട്ട് ഈ പറയുന്ന ട്രേഡ് യൂണിയൻസും കൂടി ഇൻവോൾവ് ആവുക അങ്ങനത്തെ കാര്യങ്ങളിൽ. പിന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻസിന് ഫേവറബിൾ ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻസ് ക്രിയേറ്റ് ചെയ്ത് സൊസൈറ്റിയിൽ ട്രേഡ് യൂണിയൻസിൻ്റെ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം സൊസൈറ്റി ആയിട്ടുള്ള റോളാണ്. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ 14ാമത്തെ സെഷനിലാണ് നമ്മളിന്ന് നോക്കുന്നത് ട്രേഡ് യൂണിയൻസിൻ്റെ ഫങ്ഷൻസ് ആണ്. ട്രേഡ് യൂണിയൻസിന് മെയിനായിട്ട് ഇവിടെ 2 ഫങ്ഷൻസ് ആണുള്ളത്, മിലിറ്റൻറ്റ് ഫങ്ഷൻസും ഫെഡറൽ ഫങ്ഷൻസ്. മിലിറ്റൻറ്റ് ഫങ്ഷൻസ് വെച്ചാൽ സമരപരമായിട്ടുള്ള ഫങ്ഷൻസ്, ഫെഡറൽ ഫങ്ഷൻ എന്ന് വെച്ചാൽ സംയുക്തമായിട്ടുള്ള ഫങ്ഷൻസ്. മിലിറ്റൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന എംപ്ലോയീസിന് ബെറ്റർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കിട്ടാനായിട്ട്, അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സ് കിട്ടാനൊക്കെ ആയിട്ട്, ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി ഗെയിൻ ചെയ്യുക, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ നടത്തുക, അങ്ങനെ ഇൻഡസ്ട്രി